ഇതൊരു പരസ്യമല്ല, പെയ്ഡല്ല, സത്യമാണ്, അനുഭവമാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി, അവിടുന്ന് മധു ഡി വായ്പൂര്. നമ്മുടെ ഒരുപാട് ന്യൂസ് ചാനലുകളിലും എല്ലാത്തിലും ഉണ്ടായ ഒരു അല്ലേ, പ്രാദേശിക ചാനലുകളിലൊക്കെ ന്യൂസ് റീഡർ ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളെ തിരഞ്ഞ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇങ്ങോട്ട് എത്തണം പറഞ്ഞിട്ട് 1 മുതൽ തുടങ്ങിയതാണ് മോനെ 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 എന്നുള്ള വിളി. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായി. ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമ്മുടെ മധുചേട്ടനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. മധുചേട്ടനെ അറിയുന്നവരുണ്ടെങ്കിൽ മല്ലപ്പള്ളി ഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, ഈ ചേട്ടനെ അറിയാമെന്ന് അല്ലേ മധുചേട്ടാ? അറിയാത്തവർ കുറവായിരിക്കും, കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ്, അത്രയും നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ മധുചേട്ടാ, അപ്പോൾ നമ്മളെ വീഡിയോ കാണാറുണ്ട് അല്ലേ? ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയത്. കാരണം എൻ്റെ മോളുടെ വിവാഹം ഏപ്രിൽ 18-നാണ്. ഞാൻ അതിന് മുമ്പ് മുതലേ എനിക്ക് ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ നിന്ന് ഞാൻ 27-ാം തീയതിയാണ്, ഫെബ്രുവരി 27-ആണ്, ഈ വെളുപ്പാങ്കാലത്ത് ഞാൻ എഴുന്നേറ്റ് തിരുവല്ലയിൽ നിന്ന് ബസ് കയറി ഒറ്റപ്പാലത്തെത്തി. അവിടെ നിന്ന് കുത്താമ്പള്ളിക്കുള്ള ബസ് കയറി കുത്താമ്പള്ളി എത്തി. ഞാൻ ഈ ടെക്സ്റ്റൈൽ, അതായത് ഹാൻഡ്ലൂം, AR ഹാൻഡ്ലൂമിലെത്തി. എനിക്ക് ആവശ്യത്തിനുള്ള സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വന്നപ്പം കണ്ടത് നമ്മുടെ രാജുവിനെയാണ്. രാജുവിൻ്റെ ആ മുഖം കണ്ടപ്പോഴേ എൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോഴേ അതൊരു എന്താ പറയുക, സോപ്പിടിയിലൊന്നുമല്ല, പക്ഷേ ആത്മാർത്ഥമായൊരു സത്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറയുന്നത്. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ പരിചയമുള്ള മല്ലപ്പള്ളി, വായ്പൂർ, ആനിക്കാട്, കൊറ്റനാട്, കോട്ടാങ്ങാൽ, കല്ലൂപ്പാറ, കുന്നന്താനം പഞ്ചായത്തുകളിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. നിങ്ങൾ സത്യസന്ധമായി ഞാൻ പറയാം, നിങ്ങളിവിടെ വരിക. നല്ല സുന്ദരമായ ചോയ്സ് ഉണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട്. വരിക. ഇതൊരു പരസ്യമല്ല, പെയ്ഡല്ല, സത്യമാണ്, അനുഭവമാണ്. വരിക. സന്തോഷം. സ്റ്റാഫിൻ്റെ സർവീസ് എന്തെങ്കിലും പരാതി ഉണ്ടോ? സ്റ്റാഫിൻ്റെ സന്തോഷം, സ്റ്റാഫിൻ്റെ സർവീസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എല്ലാവരും സന്തോഷം. അപ്പോൾ വീണ്ടും വരണം.